തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിർമ്മിച്ച 360 ഡിഗ്രി മെറ്റബോളിക് ഡിസീസ് സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ചടങ്ങിൽ അധ്യക്ഷയായി. അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്താൻ ഉള്ള പുതിയ ആശുപത്രിക്ക് നമ്മൾ തറക്കല്ലിട്ട് കഴിഞ്ഞു. ഏകദേശം 450 കോടി രൂപ ആദ്യഘട്ടത്തിലും മൊത്തത്തിൽ 1000 ചില്ലാൻ കോടി രൂപയുടെ ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഇന്ത്യയിൽ ആദ്യമായി തന്നെ നമ്മുടെ നാട്ടിൽ കോഴിക്കോട്ട് നമ്മൾ പണിയാൻ പോകും. കാരണം ഇന്ന് അവയവ മാറ്റ ശസ്ത്രക്രിയ, ഇപ്പോൾ കരൾ മാറ്റലായാലും കിഡ്നി മാറ്റലായാലും ഹൃദയം മാറ്റിവെക്കലായാലും ഇതൊക്കെ തന്നെ സാധാരണയായിട്ടുള്ള ശസ്ത്രക്രിയയായി മാറിയിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ള സർക്കാർ ആരോഗ്യവകുപ്പിൻ്റെ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ കോഴിക്കോട്ട് ഇത്രയും വലിയൊരു ആശുപത്രിക്ക് നമ്മളിപ്പോൾ അതിൻ്റെ പണി തുടങ്ങിയത്. തിരൂർ നഗരസഭയുടെ ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ചാണ് സെന്റർ നിർമ്മിച്ചത്. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ ചടങ്ങിൽ അധ്യക്ഷയായി. ആരോഗ്യവകുപ്പ് പ്ലാൻ ഫണ്ടായ 5 ലക്ഷം ഉപയോഗിച്ച് നിർമ്മിച്ച ഫാറ്റി ലിവർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ MLA നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ ഭരണകൂടങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് വികസനങ്ങളൊക്കെ മന്ദഗതിയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഇടപെടലുകൾ എത്രമാത്രം പ്രാധാന്യവും നമുക്കൊക്കെ എത്രമാത്രം ഗുണകരവുമാണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ ഈ അവസരം നമുക്ക് ഫലപ്രദം. ഞാൻ അതുകൊണ്ടാണ് അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിക്കാനുണ്ടായ കാരണം. ഇതിനകം തന്നെ കോടിക്കണക്കിന് രൂപയുടെ 20 കോടിയോളം വരുന്ന രൂപ, അത്രയും ധനം നമ്മുടെ ഈ ആശുപത്രിക്ക് വേണ്ടി, നമ്മുടെ സ്വന്തമല്ല, തിരൂർക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്നെനിക്കറിയാമെങ്കിലും ഇവർക്കെല്ലാവർക്കും വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി ഇവിടെ നിക്ഷേപം നൽകാൻ തയ്യാറായി ജില്ലാ പഞ്ചായത്ത് എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള സംഗതി. ജില്ലാ പഞ്ചായത്ത് ധാരാളം ഇതേപോലുള്ള ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ആരോഗ്യ മേഖലയിൽ നടത്തുന്ന ഇടപെടലുകൾ ചെറുതല്ല. ഇപ്പൊ ഞാനിങ്ങനെ ഒന്നുകൂടി ക്ലിയർ ചെയ്യേ, ഞാനിങ്ങനെ ഒരു സ്വകാര്യം പറഞ്ഞതാണ്, അല്ലാതെ ഞങ്ങൾ വേറെ സ്വകാര്യം ഒന്നും പറഞ്ഞതല്ല. എന്താ പറഞ്ഞത്? 120 ആളുകൾ നമ്മുടെ ജില്ലയിൽ കരൾ മാറ്റിവെച്ച് ചികിത്സ നടത്തി വിശ്രമ വേളയിലായി കഴിയുന്ന ചികിത്സ നടത്തി വരുന്ന ആളുകളുണ്ട്. ഞാൻ അതിൻ്റെ എത്ര തുകയാണ്, ആ തുകയെക്കുറിച്ച് ഒരു വലുപ്പമൊന്ന് ചോദിച്ചു. നമുക്കറിയാം, പല ഏജൻസികൾ നൽകുന്ന പെൻഷനും കാര്യങ്ങളൊക്കെ മുടങ്ങുന്നതും അത് കുറക്കുന്നതും തപ്പിറ്റണിഞ്ഞ് നീങ്ങുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ആ തുകയുടെ വലുപ്പം കേട്ടപ്പോൾ ഞാൻ തന്നെ ഒന്നൊന്ന് ശ്വാസം വലിച്ചു. 360 ഡിഗ്രി മെറ്റബോളിക് ഡിസീസ് സെന്ററിന്റെ ഭാഗമായ ലാബിന്റെ ഉദ്ഘാടനം നഗരസഭ ചെയർപേഴ്സൺ AP നസീമയും നിർവഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ TN അനൂപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാമൻകുട്ടി പാങ്ങാട്ട്, നസീബ അസീസ് മയ്യേരി, KK അബ്ദുൽ സലാം, അഡ്വക്കേറ്റ് S ഗിരീഷ്, ഡോക്ടർ V ഫിറോസ് ഖാൻ, TN സിനി, ഡോക്ടർ മുരളീധരൻ, വെട്ടം ആലിക്കോയ തുടങ്ങിയവർ സംസാരിച്ചു. തിരൂർ നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജിന സ്വാഗതവും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അലിഗർ ബാബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂർ. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.